എല്ലാ ക്വസ്റ്റ്യൻസും ഒരു കൃത്യമായിട്ടുള്ള പാറ്റേണിലേ വരാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഒരു 350 പേജുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ അതൊരു 50-60 പേജ് പഠിച്ചാൽ തന്നെ 80% ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്ന് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഭാഗത്തിൽ എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇതിലെ ആദ്യത്തെ സെക്ഷൻ കേട്ടിട്ടില്ലെങ്കിലും, അഥവാ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ നോക്കി പോകുന്ന ആ ഒരു സെക്ഷൻ കേട്ടിട്ടില്ലെങ്കിലും രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. കാരണം അതിൽ എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ പാറ്റേണുമാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. കാരണം അതെന്താണ്, കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ആ ഒരു ഭാഗമാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാ വർഷവും കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ കുറച്ച് മാത്രം എഴുതാനുണ്ടാവുള്ളൂ. പക്ഷെ അതിനെന്താണ്, എല്ലാ മാർക്കിനും എല്ലാ ക്വസ്റ്റ്യൻസിനും 20 മാർക്കുള്ള സിമ്പിൾ ആയിട്ട് 20 മാർക്ക് നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത്. അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സെക്ഷൻ കേൾക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. നമുക്ക് ഈ ചാപ്റ്റർ ഒന്നാം സെക്ഷൻ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ഡിസ്കഷനിലേക്ക് പോവാം. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷനിലെ ആദ്യ ഭാഗം അഥവാ 10ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ മബാദിഉ തർജുമത്തിൽ അസാസിയ വ നദരിയത്തുഹ എന്നുള്ളൊരു പാഠമാണ് ആദ്യമുള്ളത്. ഈ ഒരു ഭാഗത്ത് പ്രധാനമായും ട്രാൻസ്ലേഷനിലെ തിയറികളും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ചരിത്രവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചരിത്രമോ അല്ലെങ്കിൽ തിയറികളോ എല്ലാ വർഷവും ചോദ്യത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു ചെറിയൊരു ധാരണ ഉണ്ടാകുക. ചരിത്രമാണ് ഒന്നുകൂടെ കൂടുതൽ ക്വസ്റ്റ്യനിൽ കണ്ടുവരാറുള്ളത്. അതേപോലെ തന്നെ ചരിത്രം പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗം ഹർക്കത്തു തർജുമത്തി ഇൻദൽ അറബി അഥവാ അറേബ്യയിലെ ഈ ഒരു ട്രാൻസ്ലേഷൻ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഭാഗം പറയുന്നുണ്ട്. ആ ഒരു ഭാഗം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോഷക ഘടകമായിട്ടുള്ള ആ തർജുമത്തി ഫിൽ അസരിൽ അബ്ബാസി അഥവാ അബ്ബാസിദ് ഭരണകാലത്തെ ഈ ഒരു ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം കൂടെയുണ്ട്. ഈ 2 ഭാഗങ്ങളും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു തരത്തിലുള്ള അബ്ബാസിദ് ഭരണകാലത്തെ ട്രാൻസ്ലേഷനെ കുറിച്ചും അതേപോലെ തന്നെ അറേബ്യയിലെ ട്രാൻസ്ലേഷനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഈ ഒരു ട്രാൻസ്ലേഷൻ ഹിസ്റ്ററിയെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. അതിനുശേഷം പറയുന്ന തർജുമത്ത് ഫിൽ ഉന്ദുലുസും അതേപോലെ തന്നെ തർജുമത്ത് ഫി അസരി മുഹമ്മദ് അലിയും ഈ 2 ഭാഗങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം വരാറില്ല. എങ്കിലും അറേബ്യയിലെ ട്രാൻസ്ലേഷനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഈ 2 കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു ഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം മാഹിയത്ത് തർജുമ എന്ന് പറഞ്ഞാണ്ട് അവരുടെ തർജുമയുടെ ട്രാൻസ്ലേഷന്റെ ചെറിയ ഒരു നിർവചനം കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. ആ ഒരു നിർവചനവും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല. ട്രാൻസ്ലേഷൻ എന്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല പൊതുവെ. മറിച്ച് എസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രോയിൽ ഉൾക്കൊള്ളിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന നന്നായിരിക്കും. പിന്നീട് ഒരു തിയറിയുടെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേഷന്റെ തിയറി അത്ര കൂടുതലായി അഥവാ ആ ഒരു ഹിസ്റ്ററി പോലെ ചോദ്യം കാണാറില്ലെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യം വരാറുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ ചെറിയൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ മതിയാവുന്നതാണ്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകി പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് സലാസു മദാരിസ് റഈസിയത്തിൽ തർജുമത്തി എന്ന് പറഞ്ഞ് 3 മദ്രസകളെ കുറിച്ച് പറയുന്നുണ്ട്. മദ്രസ്തു ബാരിസ്, മദ്രസ്തു ജനീഫ്, മദ്രസ്തു മോനിച്ച് എന്ന് പറഞ്ഞ് 3 മദ്രസകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ള ട്രാൻസ്ലേഷൻ തിയറി മുഴുവനായിട്ടും ഒരു ചെറിയൊരു ആശയം ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ആശയം നമുക്ക് മനസ്സിലാകും. ആ ഒരു ആശയം മനസ്സിലുണ്ടാവട്ടെ. അതോടുകൂടെ തന്നെ ഈ ഒരു 3 മദ്രസകളെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതേപോലെ പിന്നീട് കുറച്ച് ട്രാൻസ്ലേഷൻ തിയറികളെ കുറിച്ച് പറയുന്നുണ്ട്. നദരിയത്തു തഫ്സീരിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അതിനൊരു ചെറിയ ആശയം മനസ്സിലാക്കി വെക്കുക. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സ്വന്തം വായിച്ചാൽ ഒരു പക്ഷേ മനസ്സിലായിക്കോണം എന്നില്ല. പക്ഷെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അതിൻ്റെ അവസാനത്തിലായിട്ട് ജാഹിദിനെ കുറിച്ച് പറയുന്നുണ്ട്. ജാഹിദും ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എസ് എ എഴുതുന്ന സമയത്തൊക്കെ ജാഹിദിനെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ജാഹിദിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ വരാറില്ലെങ്കിലും എസ് എ എഴുതുന്ന സമയങ്ങളിലൊക്കെ അതിന് കൂടുതൽ ഫോക്കസ് നൽകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു തിയറിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഈ ഒരു 3 മദ്രസകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലും ചെറിയൊരു ആശയം അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. പിന്നീട് അങ്ങോട്ടുള്ള യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന യൂണിറ്റുകളിൽ 17ാമത്തെ യൂണിറ്റ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളും 17ാമത്തെ യൂണിറ്റിൽ റിപ്പോർട്ടിനെയും ലെറ്ററിനെ കുറിച്ച് പറയുന്ന ആ യൂണിറ്റാണ്. ആ യൂണിറ്റ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളിലും ഒരു നിശ്ചിത ടെക്സ്റ്റ് കൊടുത്ത് അതിൻ്റെ ഒരു ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ടാവും. അറബിയിലുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ടെക്സ്റ്റുകളും
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒന്നാമത് ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കൂ, ഷിയാർ കുസാല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു കഴുത തൻ്റെ യജമാനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ കഴുത എന്താണ് യജമാനോട് സംസാരിച്ചത്, എന്താണ് പറഞ്ഞത് എന്നൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല. അതേപോലെ ഇങ്ങനെ ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഈ ടെക്സ്റ്റിൽ നിന്നുണ്ടാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നൽകും. ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ്, ഇത് ഒരുപാട് കുറച്ച് യൂണിറ്റുകളുണ്ട്, ഓരോ യൂണിറ്റുകളിലും 2-3 ടെക്സ്റ്റുകളുണ്ട്. ആ ടെക്സ്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിന്റെ 1-2 പാരഗ്രാഫുകൾ നൽകും. ആ പാരഗ്രാഫുകൾ നൽകിയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറയാറുള്ളത്. പൊതുവെ ഇംഗ്ലീഷ് നൽകും, അതിന്റെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അറബി നൽകും, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് കാണാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഭാഗത്തിൻ്റെയും എല്ലാ ടെക്സ്റ്റിൻ്റെയും ഒരാശയം നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ മതിയാവും. ഒരാശയം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഈ ടെക്സ്റ്റുകൾ മുഴുവനായിട്ടും ബൈഹാർട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പോകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം വരുന്ന നിങ്ങൾ ആ ഓരോ ടെക്സ്റ്റിൻ്റെയും അവസാനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ വേർഡ് മീനിങ്സ് ആൻഡ് വൊക്കാബുലറീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ കഴിയും. ഈ ഒരു യൂണിറ്റിൽ കാണാൻ കഴിയില്ല. അതിനുശേഷമുള്ള യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 13ാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കൂ. അതിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, മുസ്തഖ്ബിലുൽ അലാഖാത്ത് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഏകദേശം ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ 67ാമത്തെ പേജിലായിട്ട് വരും. അവിടെ വേർഡ് മീനിങ്സ് ആൻഡ് വൊക്കാബുലറീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അഥവാ ഈ ഒരു പാഠഭാഗത്തുള്ള ഈ ഒരു ടെക്സ്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളും അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ യൂണിറ്റുകളിലും അതിൻ്റെ വേർഡ്സ് മീനിങ്സ് ഉണ്ടാവും. ഈ ഒരു വേർഡ് മീനിങ്ങുകൾ പൂർണ്ണമായിട്ടും മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. മുഴുവൻ മനഃപ്പാഠമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നത്രയും മനഃപ്പാഠമാക്കുക. കാരണം ഈ ഒരു വേർഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുക. അതെങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈസുള്ള ഡിസ്കഷൻ ഒന്ന് തീർത്തേക്കാം. ആദ്യമായിട്ടുള്ള പാഠം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷിയാർ കുസാല എന്ന് പറയുന്ന ഒരു ഭാഗമാണുള്ളത്. അതിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കുക. പിന്നെ ട്രാൻസ്ലേഷൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ പറയുന്നത് അത് നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കുക. പരീക്ഷയ്ക്ക് ഏതായാലും അത് ക്വസ്റ്റ്യൻ വരാറില്ല. പിന്നീട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് വീണ്ടും തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ 39ാം പേജിൽ മറുതു തിഫ്ലത്തിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. അതിൻ്റെ ഒരു ആശയം കൂടെ മനസ്സിലാക്കി വെക്കുക. വീണ്ടും സ്കിപ്പ് ചെയ്ത് പോയി ഈ ഒരു പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഏകദേശം 47ാം പേജിൽ കൈഫിയത്ത് തഖല്ലുബ് അൽ അഹ്സാൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതിൻ്റെയും ആശയം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏകദേശം ഒരു അര പേജ് പോലും ഇല്ലാത്ത ഭാഗങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 12ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അത് അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഇതുവരെ ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടിട്ടില്ല. ഏതായാലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയും. കാരണം 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഇത്രേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആ ഒരു തർജുമത്തിൻ്റെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ അതിൻ്റെ തിയറിയും മാത്രമാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ ആ പറയുന്ന ഒരു 3 ടെക്സ്റ്റുകളുടെ ആശയം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് 3ഉം കൂട്ടിയാലും 1 പേജ് അല്ലെങ്കിൽ 1.5 പേജ് പോലും തികയില്ല. അപ്പോൾ ഇത്രയും മാത്രമേ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ 13ാമത്തെ യൂണിറ്റിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ചുള്ള ടെക്സ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 14ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ആൻഡ് മെഡിക്കലാണ്. അതേപോലെ 15ാമത്തെ യൂണിറ്റ് ആണെങ്കിൽ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ട്രാൻസ്ലേഷനുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ യൂണിറ്റിലും ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ടെക്സ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിലും ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള 3 ടെക്സ്റ്റുകൾ ഉണ്ടാകും. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. ഇത് രണ്ടും കൂടെ നാം വായിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു നമുക്ക് ട്രാൻസ്ലേഷൻ്റെ രീതി അറിയണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അതിൻ്റെ ഇംഗ്ലീഷും കൂടെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ട്രാൻസ്ലേഷൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ഈ ഒരു അല്ലെങ്കിൽ അറബിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് വായിച്ച് അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു ആശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അർത്ഥം വെച്ച് നോക്കാവുന്നതും. കാരണം ഇത് പരീക്ഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് വരിക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം വെച്ചുകൊണ്ട് അതിൻ്റെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ വളരെയധികം സിമ്പിൾ ആയിരിക്കും. അതിന് നമുക്ക് വാക്കുകൾ ആവശ്യമാകും. ആ ഒരു വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേർഡ് മീനിങ്സും വൊക്കാബുലറീസും പഠിക്കുന്നത്. അപ്പോൾ വേർഡ് മീനിങ്സും വൊക്കാബുലറീസും അത് എല്ലാ യൂണിറ്റിലും ഉണ്ടാവും. എല്ലാ യൂണിറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. കഴിയുന്നത്ര വേർഡുകൾ മനഃപ്പാഠമാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യം. പിന്നീട് ഇതിൻ്റെ എക്സസൈസിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് ആദ്യ ബ്ലോക്കിലുള്ള എക്സസൈസുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഈ പറഞ്ഞ 3 ടെക്സ്റ്റുകളല്ലാതെ. ഈ രണ്ടാം ബ്ലോക്കിലെ എക്സസൈസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള എക്സസൈസ് ഒക്കെ ഉണ്ടാകും. അത് ചെയ്ത് പഠിക്കാം. പരീക്ഷയ്ക്ക് അങ്ങനെ ഈ ഒരു ഇത് തന്നെ വരണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും വരിക. അപ്പോൾ ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ നോക്കാം എന്നല്ലാതെ പരീക്ഷയ്ക്ക് ഇത് ചോദ്യം വരാറില്ല. അതേപോലെ തന്നെ
ജുംല ഉണ്ടാക്കാനുള്ള വാക്കുകൾ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിശ്ചയ വേർഡുകൾ നൽകിയിട്ട് അതുകൊണ്ട് ജുംല ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്കും വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഇവിടെ എക്സസൈസുകൾ നൽകിയിട്ടുള്ള ഭാഗം തന്നെ അല്ല വരാറുള്ളത്. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷനിൽ നമുക്ക് എക്സസൈസിൽ നൽകിയിട്ടുള്ള ഭാഗത്തിൽ നിന്നുള്ള വാക്കുകളല്ല ജുംല ഉണ്ടാക്കാൻ വരാറുള്ളത്. നമ്മുടെ ആദ്യത്തെ വിഷയത്തിൽ അങ്ങനെയായിരുന്നെങ്കിലും ഈ ഒരു വിഷയത്തിൽ അങ്ങനെയല്ല. മറിച്ച് നമ്മുടെ ആ ഒരു ബോക്സിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് മീനിങ്സിലുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കും വരിക. അതുകൊണ്ട് ആ ഒരു വേർഡ് മീനിങ്സിന്റെ ബോക്സ് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. പിന്നെ ഈ ഒരു എക്സസൈസിൽ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ അവസാനത്തെ എല്ലാ എക്സസൈസുകളുടെയും എല്ലാ യൂണിറ്റുകളിലും ഓരോ ടെക്സ്റ്റിൻ്റെയും അവസാനത്തിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാച്ച് കോളം എ വിത്ത് കോളം ബി എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അതിൽ അറബി വാക്കുകളും അതേപോലെ തന്നെ ഇംഗ്ലീഷ് വാക്കുകളും ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് മാച്ച് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് അത് നിർബന്ധമായിട്ടും എല്ലാ യൂണിറ്റിലും ഉണ്ട്. ആ എല്ലാ യൂണിറ്റിലും ഉള്ളതും കാണാതെ പഠിച്ചിരിക്കുക. ഇനി ആ വേർഡ് മീനിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇനി ആ വേർഡ് മീനിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ഫുൾ കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ എക്സാം ടിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നിർബന്ധമായിട്ടും കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ മുഴുവൻ വേർഡുകളും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അഥവാ ഈ ഒരു വേർഡ് മീനിങ്സിലുള്ള മുഴുവൻ വേർഡുകളും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു മാച്ച് ദ ഫോളോയിങ്സിൽ അല്ലെങ്കിൽ മാച്ച് ദ കോളം എന്ന് പറയുന്ന ആ ഒരു മാച്ച് ചെയ്യാനുള്ള എക്സസൈസിലുള്ള ഓരോ എക്സസൈസിലും 10-11 വാക്കുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുഴുവൻ കൂട്ടി നോക്കി കഴിഞ്ഞാലും 100-150 വാക്കുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വാക്കുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നീട് അങ്ങോട്ട് ഈ ഒരു രണ്ടാം ബ്ലോക്ക് അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. എല്ലാ പാഠങ്ങളുടെയും ഒരു ആശയം എല്ലാ ടെക്സ്റ്റുകളുടെയും ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ആ വേർഡ് മീനിങ്സുകളുടെ വേർഡ് മീനിങ്സ് വൊക്കാബുലറീസ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അവസാനത്തിലുള്ള ആ ഒരു മാച്ച് ദ ഫോളോയിങ്ങും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി വേർഡ് മീനിങ്സ് പഠിച്ചിട്ടില്ലെങ്കിലും മാച്ച് ദ ഫോളോയിങ് നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നീട് മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിൽ എസ്സേ ആൻഡ് ആർട്ടിക്കിൾ ട്രാൻസ്ലേഷനെ കുറിച്ചാണ് പറയുന്നത്. അധികമായിട്ടും ട്രാൻസ്ലേഷന് വരാനുള്ളത് ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ഭാഗങ്ങൾ തന്നെയാണ് വരാറുള്ളത്. മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് വന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നാണ് അധികമായിട്ടും ഈ ഒരു ട്രാൻസ്ലേഷനിൽ വരാറുള്ളത്. പിന്നെ മൂന്നാമത്തെ ഭാഗത്തു നിന്നാണെങ്കിലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. എല്ലാ ടെക്സ്റ്റിൻ്റെയും ആശയം മനസ്സിലാക്കി വെക്കുക. ഇവിടെ കുറച്ച് വാക്കുകളേ ഉള്ളൂ, അതും കൂടെ കഴിയുമെങ്കിൽ പഠിച്ചു വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമ്മുടെ രണ്ടാം ബ്ലോക്കിൽ നിന്നുള്ള വേർഡ് മീനിങ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ളതും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം ജുംല എഴുതാനുള്ള അഥവാ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങളിലൊക്കെ മിക്സ് ചെയ്താണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് പകരം വേറെ എക്സസൈസുകളാണ് ഉണ്ടാവുക. അഥവാ ഈ ഒരു ഒന്നാമത്തെ ടെക്സ്റ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് വാക്കുകൾ എഴുതാനാണ്. അഥവാ ഇവിടെ കുറച്ച് 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനുള്ളതാണ്. രണ്ടാമത്തെ ടെക്സ്റ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ടൊന്നുമില്ല, അവിടെ അർത്ഥം എഴുതാനുണ്ടെങ്കിലും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നീട് മൂന്നാമത്തെ ടെക്സ്റ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെയും അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു 3 ടെക്സ്റ്റിൻ്റെയും ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് 17ാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ ട്രാൻസ്ലേഷൻ ഓഫ് അറബിക് പ്രോസ് റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ജസ്റ്റ് ക്ലാസ് കേട്ട് പോയാൽ മതിയാകും. കാരണം ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും വരാറുള്ളത് റിപ്പോർട്ട് ചെയ്താനോ അല്ലെങ്കിൽ ലെറ്റർ എഴുതാനൊക്കെയാണ് വരാറുള്ളത്. എങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുക, അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ എഴുതുക, ഇൻഫോർമൽ ലെറ്റർ എഴുതുക, റിപ്പോർട്ട് എഴുതുക എന്നൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഇതേ കൊടുത്തിട്ടുള്ളൂ. ഫോർമൽ ലെറ്ററിൻ്റെ ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദീകരണമോ നൽകിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ക്ലാസ് എടുത്ത സമയത്ത് അത് ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും ഒക്കെ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയാണ്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ ഈ ഒരു റിപ്പോർട്ടിൻ്റെ വിവിധ തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. മറിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ ഉണ്ടാക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. അത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെ എല്ലാത്തിൻ്റെ ഉദാഹരണം വെച്ച് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 18ാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ ചെറിയ കഥകളാണ്, കഥകളുടെ ട്രാൻസ്ലേഷൻ ഓഫ് അറബിക് സ്റ്റോറീസ് ആണ്. ഇതിൽ നമുക്ക് നോക്കിയാണ് ഈ ഒരു കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അതിൻ്റെ വാക്കുകളുടെ മീനിങ്ങൾ കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അവിടെ കൊടുത്തിട്ടുള്ള വേർഡ് മീനിങ് കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നീട് അതിൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെ 18 ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ 211ാമത്തെ പേജിൽ 18.7 എന്ന് പറയുന്ന ഒരു എക്സസൈസ് കാണാൻ കഴിയും. അവിടെ താഴെ നൽകിയിട്ടുള്ള വേർഡുകളുടെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് ഹിക്കായത്തുൻ നസ്ർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. അതും അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ അവസാനത്തിൽ
ഓപ്പോസിറ്റ് വാക്കുകൾ എഴുതാനുള്ള ഒരു എക്സസൈസ് ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കഥയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ എക്സസൈസ് നോക്കുകയാണെങ്കിൽ അവിടെ നൽകിയിട്ടുള്ള വാക്കുകൾ ജയ്ബ്, അതേപോലെ തന്നെ ദൗല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ പ്ലൂറൽ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്ലൂറൽ കൂടെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞു പോരുന്ന സമയത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പറഞ്ഞു പോരുന്ന സമയത്ത് കൂടുതൽ ലോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു ട്രാൻസ്ലേഷൻ്റെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ തിയറിയും, ആ ഹിസ്റ്ററിയിൽ നിന്നുള്ള പ്രധാന ഭാഗങ്ങളും തിയറിയിൽ നിന്നുള്ള പ്രധാന ഭാഗങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത് രണ്ടും എന്ത് ചെയ്യുക, ഹിസ്റ്ററിയും തിയറിയും പൂർണ്ണമായിട്ടും ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അവിടെ 3 ടെക്സ്റ്റുകളുണ്ട്, അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ എല്ലാ ടെക്സ്റ്റുകളുടെയും ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ശേഷം വരുന്നതായിട്ടുള്ള വേർഡ് മീനിങ്സ് വൊക്കാബുലറീസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള എല്ലാ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി വെക്കുക. പിന്നീട് ആ യൂണിറ്റുകളുടെ അവസാനത്തിലുള്ള എല്ലാ ടെക്സ്റ്റിൻ്റെയും അവസാനത്തിലുള്ള മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ആ ഒരു കോളം, ആ കോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടുള്ളത് റിപ്പോർട്ടും ലെറ്ററും മാത്രമാണ്. ബാക്കിയുള്ള ടെക്സ്റ്റുകളുടെയൊക്കെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. എന്നാലും ഒരു ക്ലാസ് കേട്ടുകൊണ്ട് അതിൻ്റെ ഒരു ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. പിന്നീട് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ വർഷവും ചില റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ലെറ്റർ എഴുതുക, ഇൻഫോർമൽ ലെറ്ററോ അല്ലെങ്കിൽ ഫോർമൽ ലെറ്ററോ തന്നിരിക്കും, അതിൻ്റെ ഒരു സന്ദർഭം തന്നിരിക്കും. ആ ഒരു സന്ദർഭം അനുസരിച്ചുള്ള ലെറ്റർ എഴുതുക. അതേപോലെ തന്നെ റിപ്പോർട്ട് എഴുതുക. റിപ്പോർട്ട് വളരെയധികം കുറവായിട്ടാണ് കാണാറുള്ളത്, എങ്കിലും ലെറ്ററാണ് കൂടുതലധികം ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കാണാറുള്ളത് ഒരു കഥ എഴുതാനാണ് വരാറുള്ളത്. ഒരു അറബി കഥ എഴുതിക്കൊണ്ട് 100 വാക്കിലോ അല്ലെങ്കിൽ 150 വാക്കിലോ ഒക്കെ ഒരു അറബി കഥ എഴുതി അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പലപ്പോഴായിട്ടും വരാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ കോൺവെർസേഷൻ എഴുതാനും വരാറുണ്ട്. അപ്പോൾ ഒരു അറബി ഒരു കഥ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ട്രാൻസ്ലേഷനും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അഥവാ ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാൻ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഈ ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷനിൽ 7 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു 7 ക്വസ്റ്റ്യനിൽ 4 or 5 ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ട് ഉപയോഗപ്പെടുക, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഒരു വേർഡ് മീനിങ്സ് വൊക്കാബുലറീസ്. അത് കാണാതെ പഠിക്കൽ ഏറ്റവും നല്ലതാണ്, കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്കത് ഉപയോഗപ്പെടും. ചില ക്വസ്റ്റ്യൻസ് എഴുതാൻ അത് നിർബന്ധമായിട്ടും വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ട്രാൻസ്ലേഷനാണ് വരാറുള്ളത്. ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, രണ്ടും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ ഭാഗത്ത് നമ്മുടെ ഒരു കഥയുടെ നമ്മുടെ ഓരോ ടെക്സ്റ്റിൻ്റെയും ആശയം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു വേർഡുകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാനും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കഴിയും. വാക്കുകൾ കിട്ടാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല. അതിന് നമുക്ക് ഈ ഒരു വേർഡ് മീനിങ്സ് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വേർഡുകൾ നൽകിയിട്ട് അതിൻ്റെ അറബി ചോദിക്കും, അതേപോലെ തന്നെ അറബി വേർഡുകൾ നൽകിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ചോദിക്കാറുണ്ട്. ഈ 2 ക്വസ്റ്റ്യനും എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് മീനിങ് കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം ഏത് ടെക്സ്റ്റിൽ നിന്നുള്ള വേർഡ്സാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ടെക്സ്റ്റിൽ നിന്നുള്ള വേർഡുകളും പഠിച്ചേ പറ്റൂ. അതിന് ഇംഗ്ലീഷ് തന്നാണ്ട് അറബി എഴുതുക, അറബി തന്നാണ്ട് ഇംഗ്ലീഷ് എഴുതുക, അത്തരത്തിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സെന്റൻസ് മേക്ക് ചെയ്യാനാണെങ്കിലും സെന്റൻസുകൾ ഉണ്ടാക്കാനുള്ള ചോദ്യത്തിലാണെങ്കിലും ആ വേർഡുകളുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ വേർഡുകളും ആ ഒരു ബോക്സിൽ നിന്നുള്ള വേർഡുകളെ നമുക്ക് എക്സാമിന് ചോദിക്കുകയുള്ളൂ. ഇനി ആ വേർഡ് മീനിങ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ചോദ്യം വരാനുള്ള മറ്റൊരു രീതിയാണ് ഈ ഒരു ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ എഴുതാൻ വരാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റും ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. 13ാമത്തെ യൂണിറ്റ് ആണെങ്കിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആണ്. അതേപോലെ തന്നെ 14ാമത്തെ യൂണിറ്റ് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ആൻഡ് മെഡിക്കൽ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ എഴുതാൻ പറയും. അഥവാ കൊമേഴ്ഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 വാക്കുകൾ എഴുതുക എന്ന് പറയും. അതേപോലെ തന്നെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 വാക്കുകൾ എഴുതുക. അത്തരത്തിലുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 10 വാക്കുകൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം നമുക്ക് ചോദ്യം വരാറുള്ളത്. പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു വേർഡ് മീനിങ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എല്ലാ ടെക്സ്റ്റുകളുടെയും ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ആശയം മനസ്സിലാക്കി എങ്ങനെയാണ് വരാറുള്ളത് അത് ആ രീതിയിൽ പഠിച്ചു വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.